പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. പകുതി വില തട്ടിപ്പിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറഞ്ഞ് മുഖ്യസൂത്രധാരൻ അനന്തുകിഷന്റെ മൊഴി. മാത്യു കുഴൽനാടൻ MLA 7 ലക്ഷം രൂപ നൽകിയെന്നും ഡീൻ കുര്യാക്കോസ് MP 45 ലക്ഷം രൂപ വാങ്ങിയെന്നും 15 ലക്ഷം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പോയതെന്നും അനന്തുകിഷൻ മൊഴി നൽകിയിരിക്കുന്നു. CV വർഗീസിന് 25 ലക്ഷം രൂപ അയച്ചത് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിലേക്കാണെന്നും അനന്തുകിഷൻ മൊഴി നൽകി. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് മാത്യു കുഴൽനാടനും CV വർഗീസും. നമുക്ക് പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. ഞാൻ ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ ഇന്നുവരെ എന്റെ ലൈഫിലൊരു ഇടപാട് ഒരു കൂടിക്കാഴ്ച സംഭവം ഉണ്ടായിട്ടില്ല. 7 ലക്ഷം രൂപയല്ല, 7 രൂപ എനിക്കോ ഞാനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടപാടിലോ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രൈമ ഫേസ് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. മോറ്റർ ടൗൺ ഹാളിൽ വെച്ച് ഒരു പൊതുപരിപാടി നടക്കുന്നതെന്നും ആളുകൾക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നും MLA എന്നാലും നിങ്ങൾ അവിടെ വരെ വരണമെന്ന് പറഞ്ഞാൽ നാച്ചുറലി തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾ ടൗൺ ഹാളിൽ കൂടെ കയറി മോൻ കാണിച്ച് ആ പരിപാടിയിൽ വരവ് വെച്ചിട്ട് പോയി. സത്യമാണത്. തങ്കമണി ബാങ്ക് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് അവിടെ എന്റെ വ്യക്തിപരമായി പേഴ്സണലായിട്ട് ഏതിന്റെ അക്കൗണ്ട് ഇല്ല. അവിടെ എനിക്ക് ലോണൊക്കെ ഉണ്ട്. ലോൺ ഉള്ളതൊക്കെ ഞാൻ അടച്ചു തീർത്തിട്ടുണ്ട്. പാർട്ടിക്ക് അക്കൗണ്ട് ഇല്ല. പാർട്ടിയുടെ അക്കൗണ്ടും തങ്കമണി ബാങ്ക് ഇല്ലല്ലോ. എനിക്ക് അങ്ങനെ ഏതെങ്കിലും ആളുകളുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ഇടപാടും സ്വകാര്യ ഇടപാടും നടത്തുന്ന ആളല്ലേ ഞാനങ്ങനെ ചെയ്യാറില്ല. നേരത്തെ ഇല്ല, ഇപ്പോഴും ഇല്ല. ഞാൻ അയാളോട് കണ്ടു, സംസാരിച്ചിട്ടുണ്ട്. രോഗിയുണ്ട്, ചെറുപ്പക്കാരൻ. അയാൾ പങ്കെടുത്ത പരിപാടിയിൽ എന്നെ ക്ഷണിച്ചു. ദിവസം അങ്ങനെ എനിക്ക് കാഴ്ച തന്നിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു സാധ്യത. കാരണം ഞാൻ അയാളുമായിട്ട് അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാട് നടത്താൻ അങ്ങനെ ഒരു പേഴ്സണലായി ഒരു കണക്ഷൻ ഉണ്ടാക്കിയോ പോകുന്ന ഒരാളല്ല. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലി അക്ബർ ഷാ, ഇപ്പോൾ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ്? അരുൺകുമാർ, ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായ അനന്തുകൃഷ്ണനെ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ തെളിവെടുപ്പിന് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ നേതാക്കളുടെ പേര് വിവരങ്ങൾ അനന്തുകൃഷ്ണൻ പോലീസിനോട് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ് നേതാവിന് 40 ലക്ഷം രൂപയോളം താൻ നൽകിയിട്ടുണ്ട് എന്ന മൊഴി പോലീസിന് അനന്തുകൃഷ്ണൻ നൽകിയിരുന്നു. ഇന്നലത്തെ ചോദ്യം ചെയ്യലിലാണ് ഇത് ഡീൻ കുര്യാക്കോസ് ആണ് എന്ന നിലയിലുള്ള ഒരു വെളിപ്പെടുത്തൽ അനന്തുകൃഷ്ണൻ പോലീസിനോട് നടത്തിയിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസിന് 45 ലക്ഷം രൂപ താൻ നൽകിയിട്ടുണ്ട്. ഇതിൽ 15 ലക്ഷം രൂപ ഇലക്ഷൻ ഫണ്ടായാണ് ഉപയോഗിച്ചത്. ബാക്കി 30 ലക്ഷം രൂപ ഡീൻ കുര്യാക്കോസ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നാണ് അനന്തുകൃഷ്ണൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാന പേര് എന്ന് പറയുന്നത് മാത്യു കുഴൽനാടന്റെ പേരാണ്. 7 ലക്ഷം രൂപ മാത്യു കുഴൽനാടന് താൻ നൽകിയിട്ടുണ്ട്. ഇത് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ നിലയിൽ ചെയ്യേണ്ടതില്ല, നേരിട്ട് നൽകിയാൽ മതി എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ തുക ലിക്വിഡ് മണിയാണ് ആയിട്ടാണ് നൽകിയതെന്നും അനന്തുകൃഷ്ണൻ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആരോപണങ്ങളെ മാത്യു കുഴൽനാടൻ പാടെ നിഷേധിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിലൊരു തട്ടിപ്പിൽ താൻ പങ്കാളിയായെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ തന്റെ പൊതുജീവിതം അവസാനിപ്പിക്കും എന്നാണ് മാത്യു കുഴൽനാടൻ ഇന്ന് രാവിലെ നമ്മളോട് തന്നെ നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത്. അതേസമയം അനന്തുകൃഷ്ണൻ നടത്തിയ പരിപാടിയിൽ മാത്യു കുഴൽനാടൻ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ അനന്തുകൃഷ്ണൻ പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പരിപാടിയിൽ താൻ പങ്കെടുത്തിട്ടുണ്ടെന്നും എന്നാൽ തട്ടിപ്പിൽ താൻ പങ്കാളിയല്ല എന്നുമാണ് മാത്യു കുഴൽനാടൻ നൽകുന്ന വിശദീകരണം. മറ്റൊരു പ്രധാന പേര് എന്ന് പറയുന്നത് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റേതാണ്. വർഗീസിന് 25 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്നതാണ് അനന്തുകൃഷ്ണൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ ഇന്നലെ തന്നെ ഇതിലൊരു വെളിപ്പെടുത്തൽ വർഗീസ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. 2.5 ലക്ഷം രൂപ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മൂലമറ്റം ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള മറ്റൊരു പണയിടപാടുകളും നടന്നിട്ടില്ല എന്നായിരുന്നു CV വർഗീസിന്റെ പ്രതികരണം. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി നടന്ന തെളിവെടുപ്പിലും ചോദ്യം ചെയ്യലിലും അനന്തുകൃഷ്ണൻ ഇത് ആവർത്തിച്ച സാഹചര്യത്തിൽ വീണ്ടും CV വർഗീസ് പ്രതികരണം നടത്തിയിരിക്കുന്നത് അത്തരത്തിലൊരു അക്കൗണ്ട് തനിക്ക് തങ്കമണി ബാങ്കിൽ ഇല്ല എന്നുള്ളതാണ്. തങ്കമണി ബാങ്കിലേക്കാണ്, സഹകരണ ബാങ്കിലേക്കാണ് ഇത്തരത്തിൽ 25 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇത് മറ്റാളുകളുടെ പേരിൽ തനിക്ക് പിൻവലിക്കാൻ സാധിക്കുമെന്ന് CV വർഗീസ് തന്നോട് പറഞ്ഞു എന്നുമാണ് അനന്തുകൃഷ്ണൻ പോലീസ് മൊഴികളായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.